ഹായ് എൻ്റെ എല്ലാ പ്രിയ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഡ്യൂട്ടിയിലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മറുപടി നൽകാം എന്നുള്ള രീതിയിലായിരുന്നു ലൈവ് വന്നത്. കാരണം എപ്പോഴെങ്കിലും ലൈവ് വരണമല്ലോ, എൻ്റെ കൂട്ടുകാരുമായിട്ട് കുറച്ചു നേരം സംവദിക്കണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ലൈവ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച കാര്യമാണ്. ഫോൺ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല, അതിനെന്താ ചെയ്യുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2-3 5-6 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും അതിനെക്കുറിച്ച് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചത് കൊണ്ട് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള 5 മില്യൺ ആളുകൾ ഉപയോഗിക്കുന്ന 4.7 റേറ്റിംഗ് ഉള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്കെല്ലാം ഇപ്പൊ നമ്മളൊരു ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ആയി കഴിഞ്ഞാലും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് വീഡിയോസും നമ്മുടെ ഗ്യാലറിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ശരിയായ രീതിയിലല്ല എങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ക്യാച്ചസും ഒരുപാട് ഫയലസും അതോടൊപ്പം തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ശരിയായ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതെ ഇരുന്നാൽ നമ്മുടെ ഡാറ്റകൾ വീണ്ടും അവർ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോട് കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമെങ്കിൽ കളയാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫോൺ ഇതുപോലെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് കുറെ കാലങ്ങളിലായിട്ട്. അപ്പൊ നമുക്ക് റാമും സ്റ്റോറേജ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിന്റെ പല ഭാഗങ്ങളിലാണ് ഇതിന്റെ ഓപ്ഷനുകളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താനാകും. അപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ടൊന്നുമില്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരുപാട് കൂട്ടുകാർ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ്, ഫേസ്ബുക്കിന്റെ പാസ്വേഡ് മറന്നുപോയി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ചോദിച്ചിരുന്നു. എന്നാൽ അതിന്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏറ്റവും പുതിയ ടെക്നോളജി വീഡിയോകൾക്ക് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. ജാഫർ പൊന്നാനി എന്ന് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ ആയിരിക്കും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവുക ഡിസ്ക്രിപ്ഷനിൽ. നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റോറേജ് ക്ലീനർ എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് പേജിലേക്ക് പോകും. നമ്മുടെ മെയിൻ സൈറ്റിലേക്ക് പോകും, ആപ്ലിക്കേഷൻ ലിങ്കിലേക്ക് പോകും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ക്ലീനർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ 3-4 ഫേസ്ബുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്. 4.2 റേറ്റിംഗും 7 MB ഉള്ള 5 മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. നല്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനുകളൊക്കെ കൊടുക്കുക. കാരണം എല്ലാ പെർമിഷനുകളും ഇതിന് ആവശ്യമാണ്. കാരണം നമ്മുടെ ഫയലും ക്യാച്ച്ഡ് ഫയലും എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഡ്രൈവേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അതിവിടെ അലോ കൊടുക്കുക. ശേഷം ബാക്കിലോട്ട് വരിക. അടുത്ത പെർമിഷനും ഇതുപോലെ കൊടുക്കുക. ഇവിടെ യൂസ് ദിസ് ഫോൾഡർ, ആ ഫോൾഡർ കൊടുക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ പല ഫോൾഡറുകളിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പെർമിഷനും കൂടി കൊടുക്കുക. കാരണം ഇതുപോലെ എല്ലാ പെർമിഷനുകളും നമ്മൾ അലോ ചെയ്യുക. അലോ കൊടുക്കുക. ശേഷം അവസാനത്തെ പെർമിഷൻ യൂസേജ് ഡാറ്റ ആക്സസ് എന്നുള്ള ഭാഗം കൊടുക്കുക. ഇവിടെ നമ്മൾ അലോ എന്നുള്ള പെർമിഷൻ ഓക്കെ ചെയ്യുക. അങ്ങനെ എല്ലാ പെർമിഷനുകളും ഓക്കെ ചെയ്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സെർച്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം ഒന്ന് സെർച്ചിങ് ആവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലീൻ ക്യാച്ച എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3.7 GB ആണ് ക്ലീൻ ക്യാച്ച എന്നുള്ള ഭാഗത്തുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നതും ഫോൺ സ്ലോ ആവുന്നതും ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെയധികം വീക്ക് ആവുന്നതുമെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ക്ലീൻ ക്യാച്ച് എന്നുള്ള ഭാഗം കൊടുക്കുക. എല്ലാം ഒന്ന് സെർച്ചിങ് ആവുകയാണ് വീണ്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ഇൻ ആൾ ഡ്രൈവ്സ് എന്നുള്ള ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ടെലിഗ്രാമിൽ നിന്നൊക്കെ സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോൾഡറിനാണ് ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടെലിഗ്രാമിൽ 1.96 GB ഇവിടെ കിടക്കുന്നുണ്ട്. അതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഏതാണ് വീഡിയോ എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 GB ഈ ഒരു സിനിമ ഡിലീറ്റ് ആവുന്നത് കൂടി നമുക്കിവിടെ കിട്ടും. ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഇതുപോലെ കണ്ടുപിടിച്ച് വളരെ പെട്ടെന്ന് തന്നെ
നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് വന്നിട്ടുള്ള ഇത്രയും കാലം നമുക്ക് വന്നിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ടുള്ള എല്ലാ ഫയലും കൂടിയിട്ട് 1.46 GB ഉണ്ട്. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഫൈൻഡ് ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമുക്കിവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരേപോലെയുള്ള ഒരുപാട് ഫോട്ടോകളൊക്കെ എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരേപോലെയുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം. ഇതൊക്കെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോന്നും ഒന്നും മതിയല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ രണ്ടെണ്ണമൊക്കെ കയറിയിട്ടുണ്ടാവും. അതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനാവും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഒക്കെ ഡിലീറ്റായി കാണിക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ശേഷം നിങ്ങൾ ഫയൽ സാറ്റിസ്ഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വീഡിയോകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ബിഗ്ഗസ്റ്റ് ക്യാഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് പ്ലസ് മാനേജർ എടുത്തിട്ടുള്ളത് 17.64 GB ആണ്. 17.64 GB ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് എടുത്തിട്ടുള്ളതൊക്കെ നോക്കാം. ലാസ്റ്റ് നമുക്ക് ക്യാഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനാവും. ശേഷം നമുക്കിവിടെ വീഡിയോകൾ മൊത്തത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓദർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓദറിൽ വന്നു കഴിഞ്ഞാൽ മുഴുവൻ 0000000 ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. ക്യാച്ച്ഡ് ഫയൽ, അതോടൊപ്പം തന്നെ IG, ഇതൊക്കെ നമുക്കറിയാത്ത ഒരുപാട് ഫോൾഡറുകളാണ്. നമുക്കറിയാത്ത ഒരുപാട് ഫോൾഡറുകൾ നമ്മൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് എല്ലാം നമുക്ക് ഡിലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ലോങ് പ്രസ് ചെയ്യുക. ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം സെലക്ട് ചെയ്യുക. ശേഷം ഡിലീറ്റ് ചെയ്തുണ്ടാകും. ഇപ്പോൾ തന്നെ 4 സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 1.4 GB ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1.4 GB. അതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി ബേസിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമുക്കിവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ ഓദർ എന്നുള്ള ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും എല്ലാം കിടക്കുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എല്ലാം ഒഴിവാക്കുന്ന, എല്ലാം മാർക്ക് ഇതൊക്കെ നമുക്ക് വേണ്ടാത്തൊക്കെ എന്തൊക്കെ കുറേ മുമ്പ് വന്നതും അതോടൊപ്പം തന്നെ അതിന് ശേഷം വന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കുക. വളരെ സിമ്പിളായി തന്നെ ഈ ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാം ചെയ്യാനാവും, എല്ലാം സാധിക്കും. അതോടൊപ്പം തന്നെ പല കൂട്ടുകാർക്കും ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് അറിയില്ല. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ആപ്പ് എന്നാണ് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ ഇവർ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗം ആദ്യം ക്ലിയർ ചെയ്യുക. അതിനുശേഷം ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ഭാഗം ക്ലിയർ ചെയ്യുക. ശേഷം ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നതിന് ശേഷം ഇവിടെ റിമൂവ് പെർമിഷൻ അപ്പ് എന്ന സ്പേസ് എന്നുള്ള ഭാഗം അവിടെ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ശരിയായ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട രൂപം. ഇതുപോലെയാണ് ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടാതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോം നമ്മുടെ ഒരുപാട് ഡാറ്റകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ വലതുവശത്ത് 3 ഡോട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡാറ്റകൾ ഗൂഗിൾ ക്രോം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡാറ്റകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജിനെ ബാധിക്കും. നിങ്ങൾക്ക് കാണാം 121 MB, 53 MB, 33 MB, ഇങ്ങനെ ഒരുപാട് MBകൾ. ഇത് മുഴുവൻ ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് സ്പേസും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ ഡാറ്റകൾ അനാവശ്യമായിട്ട് എടുക്കുന്നതും ഒഴിവാകും. അപ്പോൾ ക്ലിയർ ഡാറ്റ എന്നുള്ള താഴത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതുപോലെ എല്ലാം ക്ലിയർ എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അത്യാവശ്യം എല്ലാം നമ്മുടെ പെർഫോമൻസും ഫോണിൻ്റെ സ്പീഡ് ഒക്കെ വർദ്ധിക്കും ഇതുവഴി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാ കൂട്ടുകാരും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. നല്ല ടിപ്സുമായിട്ട് നാളെ കാണാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്.